2018 നവംബറിൽ ഒരു ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടുന്ന സിംബാബ്വേയുടെ ആദ്യ ബാറ്റ്സ്മാനായും ടൈലർ മാറുകയുണ്ടായി. 2020 ഒക്ടോബറിൽ പാകിസ്ഥാനെതിരായ ആദ്യ ഏകദിനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈലർ തന്റെ 17ാമത്തെ സെഞ്ചുറി കുറിച്ചു. അതിനൊപ്പം 3 ഫോർമാറ്റുകളിലും സിംബാബ്വേക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഈ നേട്ടങ്ങളെല്ലാം കാരണം ആധുനിക സിംബാബ്വേയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി ടൈലർ ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. 2021 സെപ്റ്റംബറിൽ അയർലൻഡിനെതിരായ സിംബാബ്വേയുടെ 3ാം ഏകദിന മത്സരത്തിന് മുന്നോടിയായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 2022 ബ്രണ്ടൻ ടൈലർക്ക് 3.5 വർഷത്തെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICC രംഗത്തെത്തുകയുണ്ടായി. വാതുവെപ്പുകാർ സമീപിച്ചത് ICCയെ അറിയിക്കാൻ വൈകിയതിനെ തുടർന്നായിരുന്നു അന്ന് ബ്രണ്ടൻ ടൈലർക്കെതിരെ നടപടിയെടുത്തത്. 2019 ഒക്ടോബറിൽ സിംബാബ്വേയിൽ ഒരു 2020 ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ വ്യവസായി തന്നെ സമീപിച്ചുവെന്നും തനിക്ക് $15,000 ഓഫർ ചെയ്തെന്നുമായിരുന്നു അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ ആ സമയത്ത് വെളിപ്പെടുത്തിയത്. തുടർന്ന് അയാളുമായി ഒന്നിച്ച് മദ്യപിച്ചുവെന്നും കൊക്കൈൻ ഓഫർ ചെയ്തപ്പോൾ അത് ഉപയോഗിച്ചുവെന്നും ടൈലർ അന്ന് തുറന്നു പറയുകയുണ്ടായി. അടുത്ത ദിവസം ഇതേ ആളുകൾ വന്ന് താൻ കൊക്കൈൻ ഉപയോഗിക്കുന്ന വീഡിയോ കാണിച്ച് ഒത്തുകളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ വീഡിയോ പുറത്തുവിടുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ടൈലർ അന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് $15,000 അവർ നൽകി. ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി ഈ തുക വാങ്ങിയതായും തൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷയെ മുൻനിർത്തിയാണ് ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നതെന്നും ടൈലർ 2022 പ്രസ്താവനയിൽ അന്ന് പറയുകയുണ്ടായി. നീണ്ട 3 വർഷത്തെ വിലക്ക് അവസാനിച്ചതോടെ 2025 ഓഗസ്റ്റിൽ അദ്ദേഹം സിംബാബ്വെ ടീമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അതായത് 40ാമത്തെ വയസ്സിൽ അദ്ദേഹം സിംബാബ്വെ ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു അന്ന്. സിംബാബ്വെ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായ അലിസ്റ്റർ കാമ്പലിന്റെ പിതാവായ ഇയാൻ കാമ്പലാണ് ടൈലറെ വളർത്തിയത്. ഹരാറയിലെ സെന്റ് ജോൺസ് കോളേജിൽ പഠിച്ചിരുന്ന കൗമാരപ്രായത്തിൽ ദേശീയ പ്രായപരിധിയിലുള്ള ടീമുകൾക്കായി ടൈലർ സ്ഥിരമായി തിരഞ്ഞെടുക്കപ്പെടുകയും 2 അണ്ടർ-19 ലോകകപ്പുകളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു. 2003-2004 ശ്രീലങ്കയ്ക്കെതിരെ 18ാമത്തെ വയസ്സിൽ സിംബാബ്വേയിലെ ടീമിലെ ആ സമയത്ത് സീനിയർ കളിക്കാരൊക്കെയും കൂട്ടത്തോടെ വിട്ടുനിന്നപ്പോൾ ടൈലറിനെ പോലുള്ള ജൂനിയർ താരങ്ങൾ ആ സമയത്ത് ടീമിലെത്തുകയുണ്ടായി. 2004 ഏപ്രിൽ 20-ന് ബുലവായോയിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന മത്സരത്തിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തിയത്. അന്ന് വുസി സിബാൻഡയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തെങ്കിലും അരങ്ങേറ്റ മത്സരത്തിൽ ചാമിന്ദ വാസ് അദ്ദേഹത്തിനെ 0-ന് പുറത്താക്കുകയായിരുന്നു. പിന്നീട് തദേന്ദ്ര തൈബുവിന്റെ അഭാവത്തെ തുടർന്ന് അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2015 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെന്റിലുടനീളം 6 മത്സരങ്ങളിൽ നിന്നും 72.16 ശരാശരിയിൽ 433 റൺസ് നേടിയ അദ്ദേഹം ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ 4ാമത്തെ കളിക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ ഏതായാലും 2007 ആദ്യ ലോകകപ്പ് കളിച്ച അതേ ബ്രണ്ടൻ ടൈലർ ഇപ്പോൾ ഇതാ 2026 ഈ ലോകകപ്പിന് ഇറങ്ങുന്നു എന്നത് ഒരു സവിശേഷമായ കാര്യം തന്നെയാണ്.